ദേ ടാർ റോഡ് ഫ്രണ്ടേജ് 32.5 സെൻറ്റ് സ്ഥലം. ഒരു വിദേശ മലയാളി സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീട്. ഇതുപോലുള്ളൊരു വീടല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? പോരാത്തതിന് ഇതിൻ്റെ ഓണർ ഒരു സിവിൽ എൻജിനീയറും കൂടിയാണ്. അതുകൊണ്ട് ഈ വീടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കണ്ടോ, ഫ്രണ്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് കൂടാണ്ട് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ 2 കാറ് പാർക്ക് ചെയ്യാനുള്ള കവേർഡ് കാർ പോർച്ച് ഉണ്ട്. കണ്ടോ, 4 സൈഡും CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീട് പക്ക ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചേക്കണം. ഫുൾ ഫർണിച്ചർ അടക്കമാണ്. ഫർണിച്ചറൊക്കെ നിങ്ങൾ വീടിൻ്റെ അകം കയറി നിങ്ങൾ കണ്ടു നോക്കട്ടെ. നല്ലൊരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കണ്ടോ, ബാക്കിലൊക്കെ ആണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം. ഇവർ വിദേശത്തായതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാത്തത്. കാരണം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ആൾ വേണ്ടേ. ഇതേ വറ്റാത്തൊരു കിണർ, എത്ര വേനൽ വന്നാലും വറ്റാത്താണ്. കാരണം ഈ മാവൊക്കെ കണ്ട ഹൈബ്രിഡ് മാവാണതൊക്കെ. ഇതൊക്കെ അതേ വളർന്ന് വരുന്നതേ ഉള്ളൂ. ഗ്യാസ് കുറ്റി വെക്കാനുള്ള ഇതാണ് നമ്മൾ കണ്ടത്. ഈ നേരെ കാണുന്നതാണ് കാർ പോർച്ച്, കവേഡായിട്ടുള്ള കാർ പോർച്ച്. ഇതിൻ്റെ അകത്ത് 2 കാറും വെക്കാൻ പറ്റും, 2 ബൈക്കും വെക്കാൻ പറ്റും. അങ്ങനെ കാറ് കിടന്നിട്ടും ബാലൻസ് സ്ഥലം കണ്ടില്ലേ. വീടിൻ്റെ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. കംപ്ലീറ്റ് കൂപ്പ് തേക്ക് കൊണ്ടുവന്ന് പണിതാണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. നമ്മൾ കൊണ്ടുവന്ന വീടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ക്വാളിറ്റിയുള്ള വീടുകളെ തരുള്ളൂ. വാങ്ങിക്കണ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല. അല്ലെങ്കിലും ഞങ്ങളുടെ വീട് കണ്ട് വീട് വാങ്ങണമെങ്കിൽ ഇത് കണ്ട ലിവിങ് സ്പേസൊക്കെ കണ്ട. ഞങ്ങൾ ബ്രോക്കർ കമ്മീഷൻ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പിന്നെ സന്തോഷത്തിലൂടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കുമെന്നുള്ളൂ. എല്ലാവരും എന്തെങ്കിലും തരും. ഇന്നേവരാരും ഒന്നും തരാണ്ടിരുന്നിട്ടില്ല. നമ്മൾ ആരുടെ ചോദിക്കാറില്ല. കാരണം നമുക്കങ്ങനെ കണക്ക കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരാളൊരു വീട് വാങ്ങിക്കണതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എല്ലാവരും ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ വീട് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കൈ നീട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കാരണമാണ് ഞങ്ങൾ ആരുടെ അടുത്തും ചോദിക്കാത്തത്. ഇതാണ് നിങ്ങളുടെ TV സ്പേസും ഡൈനിങ് ഏരിയയും വരുന്നത് ഇവിടെയാണ്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് TV സ്പേസ് കൊടുത്തേക്കണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് ഒരു വീട് വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും നമ്മൾ ലാസ്റ്റ് കൊടുത്തേക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിലവിൽ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ അത് വരുമ്പോൾ നമ്മൾ പറയും. ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ കിച്ചൺ. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. നല്ലൊരു കിച്ചൺ. കാരണം ഫുൾ ഫർണിച്ചർ, ഫ്രിഡ്ജ് എല്ലാം അടക്കൊണ്ട് ഈ വീടിൻ്റെ വിൽപ്പന. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ സെക്കൻഡ് കിച്ചൺ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. അതവിടെ നിങ്ങളുടെ വിട്ട് പോന്നു പോയി. ഇതേ ഇവിടെ ഒരു സ്പേസ് കൊടുത്തേക്കുന്നുണ്ട്. ഒരു ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോക്ക് വേണ്ടി ചെയ്തേക്കണത്. ഇതേ ഫസ്റ്റ് ബെഡ്റൂം. ഇതാണ് മെയിൻ ബെഡ്റൂം വരുന്നത്. കംപ്ലീറ്റ് ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതേ ഡ്രസ്സിങ് ടേബിള്, അതിനൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീടാണ്.
ദേ സെക്കൻഡ് ബെഡ്റൂം കണ്ടോ, കാണാൻ തന്നെ ഒരു ലുക്കല്ലേ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വീടാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഇതിനും വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കിച്ചൻ്റെ ഞാൻ നല്ലൊരു റഫ്യൂസിനൊക്കെ ഉള്ളൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ടെന്ന്. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഉണ്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വന്നത്. എന്താ വലിയൊരു കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മാവേലിക്കരയാണ്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ അറുന്നൂറ്റിമംഗലത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. മാവേലിക്കര ടൗണിലോട്ടാണെങ്കിൽ ഒരു 6-6.5 കിലോമീറ്റർ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണത്. ഇവിടെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാൽ നേരെ കൊണ്ടുവിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തും സെറ്റ് ചെയ്യട്ടെ, കാരണം താഴത്തൊക്കെ ഒരുപാട് സ്ഥലമുള്ളതാണ്. അല്ല, ഇതാണ് മുകളിലോട്ട് കയറി വരുമ്പോൾ ആ ഒരു ഏരിയയാണ്. ഫർണിച്ചറൊക്കെ തുണിയിട്ട് മൂടിയിട്ടേക്കണേണ്. പിന്നെ ഇവിടെ താമസമില്ലാത്ത കാരണം ഇനി ഇവർ വെളിയിലാണ്. ഒരു ഇടയ്ക്കാണ് നാട്ടിൽ വരാറ്. ഇതേ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ഇതേ അതിൻ്റെ ബാത്റൂം. ഈ ഒരു ബാത്റൂം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇത്തിരി ചെറുതായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ. ഈ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ 32.5 സെൻറ്റ് സ്ഥലവും 4600 സ്ക്വയർ ഫീറ്റ് വീടും 5 ബെഡ്റൂമും. ഇതിന് ചോദിക്കണ വില 1,40,00,000 രൂപയാണ്. ഇത് ഏകദേശം ഫിക്സ്ഡ് റേറ്റ് ആണ്ട. പിന്നെ നിങ്ങൾ നേരിട്ട് സംസാരിക്കും. ഇത് 4ാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും. കാരണം നമ്മളോട് പറയണ വില ഞാൻ ചാനലിൽ പറയാറില്ല. ഞാൻ വില കൂട്ടിയും പറയാറില്ല, കുറച്ചും പറയാറില്ല. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് പാർട്ടിയുടെ അടുത്ത് നേരിട്ട് സംസാരിക്കണം. കാരണം ആ ഒരു ഇതിലോട്ട് നമ്മൾ കിടക്കാറില്ല. വലിയൊരു ബാൽക്കണി. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കണ്ടില്ലേ, നല്ല വലിയ വീടുകളാണ്. കണ്ടോ, വലിയൊരു കബോർഡുണ്ട്. ഇതാണ് 5ാമത്തെ റൂം. ഇത് റൂമെന്ന ഹാളെന്ന് ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു അത്യാവശ്യം വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താൻ പറ്റും. ഇത് വീടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങളുടെ പവർ ബാക്കപ്പ് ഉണ്ട്. ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ. ഇവിടെ നിങ്ങളുടെ പവർ ബാക്കപ്പ്. ഇപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. അത് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ്, വില പറഞ്ഞ്, സ്ക്വയർ ഫീറ്റ് പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും ലൊക്കേഷൻ അടക്കം ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.